സമയത്ത് പോകണം, അതുമാത്രമല്ല ഏതൊക്കെയാണ് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള സ്റ്റേകൾ ഏതൊക്കെയാണ് വട്ടവടയിലുള്ളത് എന്നൊക്കെയുള്ളതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. സോ കുറച്ച് ലേറ്റായിട്ട് വന്നുകൊണ്ട് ഒരു ചെറിയൊരു ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ ട്രെക്കിങ്ങിന് പോകേണ്ടതാണ്. ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു മലയുടെ സൈഡിലാണ് ഇങ്ങനെ ഒരു താഴ്വാരം പോലുള്ള സ്ഥലത്താണ് നമ്മൾ ടെൻറ്റ് പിച്ച് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് രാവിലെ ഇട്ട് കാട്ടിലേക്ക് കുറേ ദൂരം നടക്കുക. ചെറിയ ആറുകളൊക്കെ ഉണ്ട്, ചെറിയ അരുവികളൊക്കെ ഉണ്ട്. രാവിലെ റോബിൻ ട്രെക്കിങ്ങിന് പോകാൻ റെഡിയാകുകയാണ്. ഇങ്ങനെയുള്ള കാട്ടിലോട്ടൊക്കെ നമ്മൾ അകത്തോട്ട് കയറി പോകുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെളുപ്പാങ്കാലം അല്ലെങ്കിൽ അത്യാവശ്യം വെളിച്ചം വീണതിന് ശേഷം മാത്രമേ പോകുള്ളൂ. രാത്രിയിലൊക്കെ കാട്ടുപോത്തുകളും ചെറിയ കരടികളും ഒക്കെ ഉള്ള വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുപോലെ കാട്ടുപന്നികൾ നിറയുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് രാത്രികളിൽ ഇങ്ങനെയുള്ള കാടുകളിലേക്ക് ട്രെക്കിങ്ങിന് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ചെറിയ ഗ്രീൻ പീസിൻ്റെ തൈകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പ്രധാനമായിട്ടും വട്ടവടയുള്ള ആൾക്കാരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയാണ്. അതായത് പഴങ്ങളും പച്ചക്കറികളും, വെജിറ്റബിൾസിൻ്റെ വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത് വട്ടവട എന്നുള്ള സ്ഥലം. അപ്പോൾ നമ്മുടെ ക്യാമ്പ് സ്റ്റേ നടന്നിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു മലയുടെ ചരിവാണ്. അപ്പോൾ ചരിവിലേക്ക് നമുക്ക് വണ്ടിയൊന്നും ഇറങ്ങി പോകത്തില്ല, 4-wheel ഡ്രൈവ് വണ്ടികൾ മാത്രമേ ഇറങ്ങി പോകുള്ളൂ. അപ്പോൾ ഹെർബി നമ്മൾ മേളിൽ പാർക്ക് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കിലാണ് ഞങ്ങൾ താഴേക്ക് പോയത്. അപ്പോൾ രാവിലെ തന്നെ ബൈക്കിൽ കയറി ചെറിയൊരു ഓഫ് റോഡൊക്കെ കളിച്ച് നേരെ ഹെർബിയുടെ അടുത്തെത്തിയിട്ട് നമുക്ക് പിന്നെ ഉള്ള യാത്ര ഹെർബിയിലാകാം. അങ്ങനെ ഞങ്ങൾ കയറി ഹെർബി അടുത്തെത്തിയിരിക്കുകയാണ്. ഹെർബി സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ താഴേക്ക് പോയത്. സോ ഇന്നത്തെ മെയിൻ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടവട മുഴുവൻ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള. വട്ടവട എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. അധികം ജനസാന്ദ്രതയില്ലാത്ത വളരെ ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. വളരെ സാധാരണക്കാർ താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. മാത്രമല്ല ഇവിടെ ഉള്ള ആൾക്കാർക്ക്, പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ ചെറിയൊരു ഭയത്തോടും അതുപോലെ ഒരു പുറത്തുനിന്നുള്ള ഒരാൾക്കാർ എന്ന രീതിയിലാണ് നമ്മളെ കാണുന്നത്. അപ്പം അവർ കൂടുതലും മലയാളവും തമിഴും കൂടെ മിക്സ് ചെയ്തൊരു ഭാഷയാണ് സംസാരിക്കുന്നത്. കുറച്ച് പേർക്ക് മലയാളം നല്ലപോലെ പറയും, കുറച്ച് പേർ തമിഴ് പറയും. ഇതൊരു ബോർഡറിലുള്ള ഒരു ഗ്രാമമാണ്. പിന്നെ ചെറിയ ഇടുങ്ങിയ റോഡുകളും പിന്നെ അധികം വലിയ കാറുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാം ജീപ്പുകളാണ്, നിറയെ ജീപ്പുകളാണ്. മുഴുവനും പല തരത്തിലുള്ള എല്ലാ പർപ്പസിനും ഒരു ജീപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ജീപ്പിൻ്റെ നല്ല 1-2 മെക്കാനിക്കൽ ഷോപ്പുകളും ഞാനിവിടെ കണ്ടു വഴിയിലൊക്കെ ആയിട്ട്. ഈ ഗ്രാമത്തിൻ്റെ അകത്തൂടെ ഇറങ്ങി നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴത്തോട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് സ്ഥലം അറിയപ്പെടുന്നത് തന്നെ പഴത്തോട്ടം എന്ന് തന്നെയാണ്. സ്ട്രോബെറി അല്ലേ അതുമാതിരി ഇല്ലേ? ആണോ? സമയം എടുത്തിട്ട് വെച്ചാൽ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോബെറീസ്, ക്യാരറ്റ്, പിന്നെ കിങ് ഓഫ് പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു പാഷൻ ഫ്രൂട്ട്, നിറയെ ഫ്രൂട്ട്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. നല്ല കിടുക്കാച്ചി സാധനമാണ് കേട്ടോ ഇത്. നല്ല ഫ്രഷായിട്ട് സ്ട്രോബെറി കിട്ടുന്ന അടിപൊളി ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് തന്നെ പോയി പറിച്ചെടുക്കാം. നിങ്ങൾക്ക് അവിടുന്ന് സ്ട്രോബെറി വാങ്ങിക്കാം. അതുപോലെ പ്രോസസ് ചെയ്ത സ്ട്രോബെറി ജാമും കാര്യങ്ങളൊക്കെ കിട്ടും. അത് നിങ്ങൾക്ക് വാങ്ങിച്ച് വീട്ടിലേക്കൊക്കെ കൊണ്ടുകൊടുക്കാം. നല്ല ഫ്രഷ് സാധനം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഇവിടെ കാണുന്ന ഒരു പ്രത്യേക തരം പാഷൻ ഫ്രൂട്ടാണ്. അത് കിങ് ഓഫ് പാഷൻ ഫ്രൂട്ട് എന്നാണ് ഇതിന് പറയുക. അതായത് നമ്മുടെ സാധാരണ പാഷൻ ഫ്രൂട്ട് പോലെ പുളിയല്ല, നല്ല മധുരമുള്ള സാധനമാണ്. നമുക്ക് എക്സ്ട്രാ പഞ്ചസാര ഇട്ട് കലക്കി കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ പൊട്ടിക്കുക, കഴിക്കുക. അതായത് തമിഴ്നാട്, കേരള, കർണാടക 3 സ്ഥലങ്ങളിലേക്കും ഇവിടെ നിന്നാണ് ഈ പാഷൻ ഫ്രൂട്ട് എക്സ്പോർട്ട് ചെയ്യുന്നവർ. അപ്പോൾ അതിനുവേണ്ടി റാക്കുകളിലാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ 1-2 കിലോ വാങ്ങിക്കുകയും ചെയ്തു. 100 മുതൽ 120 രൂപ മാത്രമാണ് ഒരു കിലോയ്ക്കുള്ളത്. അപ്പോൾ വട്ടവട പോകുന്ന സമയത്ത് എന്തായാലും ഇത് വാങ്ങിച്ച് കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കുക, എല്ലാവർക്കും കൊണ്ടുകൊടുക്കുക. ഇവിടെ മാത്രം വളരുന്ന, ഇവിടെ മാത്രം കിട്ടുന്ന ഒരു വെറൈറ്റി സാധനമാണ്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ പോകുന്ന വഴി വീണ്ടും മാട്ടുപ്പെട്ടി ഡാമും അതിനോട് ചേർന്നുള്ള ഇക്കോ പോയിൻ്റിൻ്റെ അടുത്ത് നിർത്തി. അപ്പോൾ ഇക്കോ പോയിൻ്റ് നമുക്ക് ഉള്ളിലേക്ക് പോയി കാണാം. ഇപ്പോൾ തിരക്കൊന്നുമില്ല, ആകെ 10 രൂപ മാത്രമേ ഉള്ളൂ എൻട്രൻസ് ഫീ ഉള്ളത്. പിന്നെ അവിടെ ബോട്ടിംഗ് ഉണ്ട് 300 രൂപയ്ക്ക്. അതൊന്നും പ്രോപ്പറായിട്ട് ആയി തുടങ്ങിയിട്ടില്ല. മേ ബി ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം ഫുൾ ഫ്ലെഡ്ജായിട്ട് ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെയുള്ളൊരു ചെറിയ തേയിലക്കട. ഒരുപാട് കടകളൊന്നും തുറന്നിട്ടില്ല, വളരെ കുറച്ച് കടകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. 1-2 കടകൾ മാത്രമേ എല്ലാം തുറന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം അടഞ്ഞിട്ടാണുള്ളത്. നമുക്ക് ആ ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം എത്ര രൂപയാണെന്നൊക്കെ ഉള്ളത്. ചേട്ടാ ഇതിൻ്റെ വിലയൊക്കെ ഒന്ന് പറയുക. ഇത് 1 കിലോ ചോക്ലേറ്റ് 200 രൂപ. 1 കിലോ ചോക്ലേറ്റ് 200 രൂപ. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ അകത്ത്. വൈറ്റ് ചോക്ലേറ്റും സ്ട്രോബെറി, മാംഗോ ചേട്ടൻ തന്നെ പറയും എന്തൊക്കെ ഉണ്ടെന്ന്. സ്ട്രോബെറി ഉണ്ട്, മാംഗോ ഉണ്ട്, ഡാർക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. അങ്ങനെ മിക്സറാണ്. ഇത് എത്ര കിലോ മൊത്തം? 1/2 കിലോ. 1/2 കിലോയുടെ ഒരു മിക്സ്ചർ ചോക്ലേറ്റ് ബോക്സാണ് 200 രൂപ. 200 രൂപയുണ്ട്.
പിന്നെ ഇവിടെ തേയിലയുണ്ട്. ഇവിടെ നമ്മുടെ മേളിൽ നിന്ന് വരുന്ന നല്ല ഫ്രഷ് തേയിലയുണ്ട്. പ്രീമിയം ടീ ആണ്. മൂന്നാറിന് തന്നെ ഇവിടുത്തെ മൗണ്ടൻസിൽ നിന്ന് തന്നെ ഉണ്ടായതുകൊണ്ട് ടീ ആണ്. ഇത് 1/2 കിലോ വരുന്നത് 100 രൂപയാണ് അല്ലേ? 100 രൂപ അല്ലേ? 100 രൂപയാണ്. ഇത് ഇതിൻ്റെ അടുത്തൊരു കുറച്ച് നെക്സ്റ്റ് ക്വാളിറ്റിയാണ് മൂന്നാർ ഗാർഡൻ ഫ്രഷ് എന്ന് പറയുന്നത്. ഇത് വരുമ്പോൾ എത്രയായിട്ട് വരുന്നു? 120 വരും. 120 വരും. അതിൻ്റെ ചെറിയൊരു പാക്കറ്റും ഉണ്ട്. ഇത് 250 ആണോ? അത് 70 രൂപ. 1/4 കിലോ 70 രൂപ. 1/4 കിലോ 70 രൂപ വെച്ച് വരും. കാപ്പിപ്പൊടി ഉണ്ട്. കാപ്പിപ്പൊടി ഇത് നാടൻ കാപ്പിപ്പൊടി, പച്ച നാടൻ. അത് ഒന്നും കലമൊന്നും ഇതെന്താ സോപ്പാണോ? ഇത് കുടുംബശ്രീകൾ കുടുംബശ്രീ ഉണ്ടാക്കുന്ന സോപ്പ്. ഓക്കെ. ഇതൊക്കെ എങ്ങനെ വില? അത് 25 രൂപ ഒരെണ്ണം. ടർമറിക് സോപ്പ്. ഓക്കെ. എല്ലാ സോപ്പും ഉണ്ടാവും. 8-9 വെറൈറ്റി ഉണ്ടാവും. ഫ്ലേവറുകൾ അല്ലേ? പല ഫ്ലേവേഴ്സ് ഉണ്ടാവും. ലെമൺ ക്രോസ്, പെയിൻ ഓയിൽ, പുൽത്തൈലം എന്നുള്ള സാധനമല്ലേ ഇത്? പുൽത്തൈലം, യൂക്കാലിപ്സ് ഓയിൽ, എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാ സാധനങ്ങളും ഈ കടയിലുണ്ട്. വളരെ കുറച്ച് പേര് മാത്രമേ കട തുറന്നിട്ടുള്ളൂ. അതിൽ തന്നെ ഒരു നല്ലൊരു കടയാണ്. എന്താ ചേട്ടാ പേര്? അഞ്ചേരിൽ ഹോം മെയ്ഡ് എന്ന് പറഞ്ഞൊരു കടയാണ്. നമുക്ക് എന്തായാലും വീട്ടിലേക്കൊരു 1 കിലോ വാങ്ങിക്കാം. പാലക്കാരൻ. നമുക്ക് എന്തായാലും ഞാനിപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്തുനിന്നൊരു 1 കിലോ വാങ്ങിക്കുകയാണ്. നിങ്ങൾ വട്ടവട പോകുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വട്ടവട നമ്മൾ മൂന്നാറിന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിടത്തും പെട്രോൾ പമ്പ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്യൂവലൊക്കെ ചെയ്യുന്ന മൂന്നാറിൽ തന്നെ മാക്സിമം ഫ്യൂൽ ചെയ്തിട്ട് വേണം മേളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSNL ഒഴികെ വേറൊരു നെറ്റ്വർക്കിന് മുകളിലേക്ക് വട്ടവടയിലൊന്നും നെറ്റ്വർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് പറ്റുമെങ്കിൽ കയ്യിലൊരു BSNL സിം കരുതി വയ്ക്കുക. ചെക്ക് പോസ്റ്റിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് 9 മണി തൊട്ട് 4 മണി വരെ മാത്രമേ അവരവിടെ എൻട്രി, അതായത് ഒഫീഷ്യൽ എൻട്രി അവിടത്തേക്കുള്ളൂ. 4 മണിക്കുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു 5 മണിക്കുള്ളിൽ നിങ്ങൾ ആ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടുള്ള, അതായത് റിസോർട്ടുകളിലോ അല്ലെങ്കിൽ ക്യാമ്പ് സ്റ്റേകളിലോ എത്തിച്ചേരേണ്ടതാണ്. അതിനുശേഷം അവർ രാത്രിയിൽ അലോ ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ വന്യജീവികളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ആ ഒരു 5-6 കിലോമീറ്റർ വണ്ടി നിർത്താൻ പോലും അവർ സമ്മതിക്കത്തില്ല ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് 9 to 5 മുന്നേ തന്നെ അവിടെ എത്തി നിങ്ങൾ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് വട്ടവട എത്തിയിരിക്കേണ്ടതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ അവിടെ ഹെൽത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. അപ്പം അങ്ങനെയുള്ള ചെറിയ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ അവർ പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെതിലേക്കുള്ള എൻട്രി കൊടുത്തിരിക്കുന്നത്. ഏകദേശം 15ഓളം ഗവൺമെൻറ് അംഗീകൃത ക്യാമ്പ് സൈറ്റുകളും റിസോർട്ടുകളാണ് വട്ടവടയിലുള്ളത്. സോ അതിൻ്റെ ലിസ്റ്റ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഞങ്ങളുടെ ഈ കൊച്ചു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പുതിയ സ്ഥലങ്ങളും പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.